പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി ബിൽ പാസായതോടെ മുനമ്പത്ത് പുതിയ നീക്കവുമായി BJP. മുനമ്പം പ്രക്ഷോഭ രംഗത്തുള്ള 50 പേർ BJP അംഗത്വം സ്വീകരിച്ചു. മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP മുനമ്പം ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. മുനമ്പത്ത് പ്രക്ഷോഭം ആരംഭിച്ച് 174 ദിനങ്ങൾ പിന്നിടുന്ന വേളയിലാണ് BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കം. ഭൂസമരത്തിന് ആദ്യം മുതലേ പിന്തുണ നൽകിയ BJPക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുനമ്പം ജനത. ഗംഭീരമായ വരവേൽപ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുനമ്പത്തുകാർ നൽകിയത്. 50 പേർ BJP അംഗത്വം സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJPയിലേക്ക് എത്തുമെന്നാണ് സൂചന. മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJPക്ക് അവസരം നൽകിയതിന് അദ്ദേഹം നന്ദി അറിയിച്ചു. മുനമ്പം ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശം കിട്ടും. ഈ ബില്ല് മതി. ഈ ബില്ലിൽ അതിന്റെ പവർ ഉണ്ട്. ആർട്ടിക്കിൾ 2A ഓഫ് ദ ബിൽ വിൽ എൻഷുർ മുനമ്പത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടെ റവന്യൂ അവകാശം വേഗം കിട്ടും. അതുവരെ BJP NDA അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയം കളിച്ച് അത് ഡിലേ ചെയ്യാൻ നോക്കിയാൽ അത് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഇത് ചെയ്ത മാതിരി, ഇതുവരെ ചെയ്ത മാതിരി, ഇതുവരെ നമ്മൾ അധ്വാനിച്ച മാതിരി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പരിഹരിക്കാൻ ഞങ്ങൾ ഇനിയുണ്ടാവും എന്ന് പറഞ്ഞ് തുഷാർ വെള്ളാപ്പള്ളി, C കൃഷ്ണകുമാർ, PK കൃഷ്ണദാസ്, ഷോൺ ജോർജ് അടക്കമുള്ളവർ മുനമ്പം സമരപ്പന്തലിലെത്തി പിന്തുണ അറിയിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. നിയമസഭ പാസാക്കിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംയുക്ത പ്രമേയം പ്രതീകാത്മകമായി മുനമ്പത്തുകാർ കടലിൽ കെട്ടിത്താഴ്ത്തി. പ്രതിപക്ഷ MPമാരുടെ നിലപാട് മുനമ്പത്ത് പുതിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കൂടുതൽ ആർജവത്തോടെ സമരം തുടരാനാണ് ഇവരുടെ നീക്കം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.